Not call letter D on the stage. Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi ahadis samad alladhi lam yalid wa lam yulad wa lam yakul lahu kufuwan ahad. Wassalatu wassalamu ala asrafil anbiya'i wal awliya'i wal mursalin. Amma ba'd. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹമസ്രണതരായ വിദ്യാർത്ഥി മിത്രങ്ങൾ, ഇന്നലകളെ ആശ്രയിച്ചാണ് നമ്മുടെ നാളുകൾ രൂപപ്പെടുത്തുന്നത്. നമ്മുടെ നാളുകളാണ് നല്ല നാളുകളായി ഈ രാജ്യത്തിന് സമർപ്പിതമാവേണ്ടത്. ചരിത്രത്തിന്റെ ചരിത്രം എന്നുള്ളത് ആദിമ മനുഷ്യനിൽ നിന്ന് തുടങ്ങി നമ്മളിലൂടെ നാളുകളിലേക്ക് പരന്നൊഴുകുകയാണ്. ഈ ഒരു സഞ്ചാരപഥത്തെ അബദ്ധ സഞ്ചാരമായി കണക്കാക്കുകയും ചരിത്രത്തെ ഭയക്കുകയും അതിനെ വെറുക്കുകയും ചെയ്യുന്ന അധികാരികൾ നമ്മുടെ മേൽ അധികാരത്തിന്റെ തിണ്ണമെടുത്ത് കാണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ചരിത്രത്തിന്റെ പ്രാധാന്യവും ഭരണകൂടത്തിന്റെ ചരിത്ര വിരുദ്ധതയും നാം ചർച്ച ചെയ്യേണ്ടതും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതും. ഏതൊരു സമൂഹത്തിന്റെയും അടിസ്ഥാനപരമായ നിലനിൽപ്പ് എന്നുള്ളത് അതിന്റെ നിർമ്മിതിയെ അടിസ്ഥാനമാക്കിയാണ്. നല്ല ചരിത്രങ്ങളാണ് നന്മയുടെ ചരിത്രങ്ങളിലേക്ക്, ചരിത്ര രചനകളിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകേണ്ടത്. മനുഷ്യ സമൂഹത്തിന്റെ വികാസം എന്നുള്ളത് അത് വികാസപൂരിതമായ വിക്ഷേപണങ്ങളിലേക്കും പുതിയ ചരിത്ര രചനകളിലേക്കും കടക്കുന്നത് തന്നെ ഇന്നലകളിലെ മനുഷ്യർ തീർത്ത പാഥേയങ്ങളിലൂടെയാണ്, അവർ നടന്ന വഴികളിലൂടെയാണ് എന്നുള്ളത് തീർത്തും വസ്തുതാപരമായിട്ടുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മുടെ മഹാരാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ തന്നെ നിർമ്മിതമായിട്ടുള്ളത് ധാരാളം ചരിത്രങ്ങളുടെ പുറത്താണ്. നമ്മുടെ സ്തൂപങ്ങളുടെ, ഭക്ഷണങ്ങളുടെ, ആഹാരങ്ങളുടെ, വസ്ത്രങ്ങളുടെ, വേഷത്തിന്റെ, ഭാഷയുടെ, വൈജാത്യങ്ങളുടെ, വൈവിധ്യങ്ങളുടെ എല്ലാം സമ്പൂർണമായ ആവിഷ്കാരമാണ് ഭാരതം എന്നുള്ള സങ്കല്പമായി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമായി നമുക്ക് മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നത്. എന്നാൽ ഇതേ ചരിത്രത്തെ വക്രീകരിക്കുകയും ആ ചരിത്രത്തെ വിഷം കലർത്തിക്കൊണ്ട് അതിനെ വിഭജിക്കുകയും ചെയ്യുന്ന അധികാരികൾ നമ്മുടെ മേൽ അധികാരത്തിന്റെ ദുഷ്പേരുകൾ ഇന്ന് കണ്ടും കേട്ടും വളരേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ നമ്മുടെ ഈ സമൂഹം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയരെ, ഈ രാജ്യത്തിന്റെ അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെട്ട മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1893 ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മേരീസ്ബർഗിലെ റെയിൽവേ സ്റ്റേഷനിൽ 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യുവാൻ ആവശ്യമായ ടിക്കറ്റ് കൈവശം ഉണ്ടായിരുന്നിട്ട് കൂടി കറുത്തവനായി എന്നതിന്റെ പേരിൽ വെള്ളക്കാരന്റെ പുറംകാല് കൊണ്ട് പുറത്താക്കപ്പെട്ടപ്പോ അവിടെ നിന്നും ആ വിഭാഗങ്ങൾക്ക് വേണ്ടി, അകറ്റി നിർത്തപ്പെടുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ ഉറപ്പിച്ചതുമാവണം തന്റെ ജീവിതമെന്ന് ശപഥം ചെയ്ത ആ മഹാത്മാവിനെയാണ് ബിർള മന്ദിരത്തിന്റെ പുൽത്തകിടികൾക്ക് മുകളിൽ വെടിയുണ്ടകൾ കൊണ്ട് നാഥുറാം വിനായക് ഗോഡ്സെ പൊട്ടിത്തെറിപ്പിച്ചത്. എന്നാൽ ആ വെടിയുണ്ടകൾ പായിപ്പിച്ച നാഥുറാം വിനായക് ഗോഡ്സെ അഭിനവ ഭാരതത്തിന്റെ ഭരണകൂടത്തിന് മുന്നിൽ പുണ്യാത്മാവും പുരുഷകേസരിയുമായി ചിത്രീകരിക്കപ്പെടുകയും ഇപ്പുറത്ത് മഹാത്മാഗാന്ധിയും അംബേദ്കറും നെഹ്റുവും എല്ലാം അരികുവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ NCERT-യുടെ പാഠപുസ്തകങ്ങളിൽ, CBSE-യുടെ പാഠപുസ്തകങ്ങളിൽ, ഗുജറാത്തിലെ സംസ്ഥാന സിലബസുകളിൽ അടക്കം ദുർവ്യാഖ്യാനങ്ങൾ നടത്തപ്പെട്ട ചരിത്രങ്ങളാണ് നമ്മുടെ ഭാവി തലമുറ പഠിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കണം. ബ്രിട്ടീഷ് കോളനികളുടെ കാലത്ത് മലബാറിലെയും മൈസൂരിലെയും വിദ്യാർത്ഥികൾ, നമ്മുടെ പാവപ്പെട്ട ജനങ്ങളെല്ലാം സുഖമായി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്പകാലമെങ്കിലും സ്വൈര്യമായി വിവരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ രാജ്യത്ത് അവർക്ക് കാവലേകിയ വാരിയംകുന്നനും ആലി മുസ്ലിയാരും ടിപ്പു സുൽത്താനും അടക്കമുള്ള നേതാക്കൾ ഈ രാജ്യത്തിന്റെ പട്ടികയിൽ നിന്നും പുറന്തള്ളപ്പെടുമ്പോ, സ്വാതന്ത്ര്യ സമരസേനാനികളുടെ പട്ടികയായ ICHR പുറപ്പെടുവിച്ചപ്പോ 387 സ്വാതന്ത്ര്യ സമര പോരാളികളാണ് ഈ രാജ്യത്ത് നിന്നും യാതൊരുവിധ മേൽവിലാസമില്ലാതെ ആയിപ്പോയത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിലേറ്റവും ദൗർഭാഗ്യകരമായ വസ്തുത എന്ത് എന്ന് വെച്ചാൽ, അഭ്യസ്ത വിദ്യരായ ആളുകൾ പോലും ഈ നുണപ്രചരണങ്ങൾക്ക് പ്രചാരം നൽകുന്നതിന് വേണ്ടി രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ്. വൈരുദ്ധ്യങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ അവർ പടച്ചുവിടുന്ന വ്യത്യസ്തങ്ങളായ ആശയങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട വാക്യങ്ങളായി ഏറ്റെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുവാൻ ഈ രാജ്യത്ത് വിദ്യാഭ്യാസം അഭ്യസിക്കുന്ന യുവാക്കളടക്കമുള്ള അഭ്യസ്തവിദ്യരായ ആളുകൾ പോലും മുന്നിട്ടിറങ്ങുന്നത് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്കാരത്തെ വളരെയധികം വെല്ലുവിളികളിലേക്ക് തള്ളിയിടുന്ന വസ്തുതയാണ്. TV കണ്ടുപിടിച്ചത് ജോൺ ബിയേഴ്സ് അല്ല, മറിച്ചത് മഹാഭാരതത്തിൽ കഥകൾ പറഞ്ഞു കൊടുക്കുവാൻ ചതുരാഷ്ട്രർക്ക് സഞ്ജയൻ രൂപകൽപ്പന ചെയ്തതാണ് എന്നും, വിമാനം കണ്ടുപിടിച്ചത് സീതാദേവിയെ തട്ടിക്കൊണ്ടുവരുവാൻ രാവണൻ ഉപയോഗപ്പെടുത്തിയതാണ് എന്നും, അത് കണ്ടുപിടിച്ചത് ഭരദ്വാജ ഭൂർച്ചി എന്ന് പറയുന്ന ആളാണെന്നും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഔദ്യോഗികമായ സ്വരത്തിൽ, സ്വഭാവത്തിൽ നമ്മളോട് പറഞ്ഞു വെക്കുമ്പോൾ ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ധാരണ നമുക്കുണ്ടാകണം.
സൗകുമാര്യതയുടെയും സഹവർത്തിത്വത്തിന്റെയും സഹകരണത്തിന്റെയും എല്ലാം നല്ല അടയാളങ്ങൾ നമുക്ക് മുന്നിൽ ഇങ്ങനെ പ്രതിധ്വനിപ്പിച്ചു നിൽക്കുന്ന നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാക, ആ ദേശീയ പതാക പോലും വരും കാലങ്ങളിൽ കാവിക്കൂട്ടങ്ങളുടെ കൊടികളായി മാറുമെന്ന് പറഞ്ഞു വെക്കുന്നത് ഏതെങ്കിലും ഒരു സാധാരണക്കാരനല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ഭരണാധിപന്മാരാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. താജ്മഹലിനെ പഴയ ആളുകൾ ഉപയോഗിച്ചിരുന്നത് പഴയ ഹിന്ദുത്വ മേലാളന്മാരുടെ ശൗചാലയമായിരുന്നു അത് എന്നും, ബാബരി എന്നുള്ളത് അതൊരു മസ്ജിദല്ല മറിച്ച് രാമജന്മഭൂമിയാണെന്നും പറയുകയും പ്രചരിപ്പിക്കുകയും അതിനാവശ്യമായ തെളിവുകൾ കെട്ടിച്ചമക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് നമ്മെ ഏറെ ഭീതിപ്പെടുത്തേണ്ടത്, നമ്മെ ഏറെ വിഷമിപ്പിക്കേണ്ടത് ഒരിക്കലും അവർ ചരിത്രം കുഴിച്ചു മൂടുന്നു എന്നതിലാവരുത്, മറിച്ച് പുതിയ ചരിത്രത്തിന്റെ പേരുകൾ താളുകൾ അവർ ചരിത്രത്തിന്റെ ലിപികളിൽ എഴുതി ചേർക്കുന്നു എന്നതുള്ളതിലാവണം. കാരണം ഇനി വരുന്നൊരു തലമുറ പഠിച്ചു വെക്കുന്നത് ചിലപ്പോ 1947 ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നയിച്ചത് VD സവർക്കർ ആണ് എന്നും ഇവിടെ ക്വിറ്റ് ഇന്ത്യ സമരം നയിച്ചത് അത് ഹെഡ്ഗേവാർ ആണ് എന്നുമുള്ള പാഠപുസ്തകങ്ങളിൽ നിന്നും പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിരിക്കാം ഒരുപക്ഷെ നമുക്ക് പിന്നാലെ കടന്നു വരുവാനുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചരിത്രത്തെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനെ പ്രചരിപ്പിക്കുവാനും നമ്മൾ തയ്യാറാകണം. ഒരിക്കൽ മാർട്ടിൻ ലൂതർ കിങ്സ് ഇങ്ങനെ പറഞ്ഞു വെക്കുകയുണ്ടായി, we are not makers of our history but we are made by our history. നമ്മൾ ഒരിക്കലും ചരിത്രത്തിന്റെ നിർമ്മാതാക്കളല്ല, മറിച്ച് നമ്മൾ ചരിത്രത്താൽ നിർമ്മിക്കപ്പെട്ടവരാണ്. ഈ അഭിനവ ഭാരതത്തിന്റെ സാഹചര്യങ്ങളിൽ യാതൊരു സുഖലോലപതയും വമിക്കാതെ ഈ രാജ്യത്തിന്റെ തെരുവീതികളിലൂടെ അടിമകളായും കീഴാളരായും ആട്ടിയോടിക്കപ്പെട്ടവരുമായി കഴിഞ്ഞുകൂടിയ ഇന്നലകളിലെ നിസ്വാർത്ഥകരായ മനുഷ്യർ അവർ നടന്ന വഴികളിലൂടെ രചിക്കപ്പെട്ടതാണ് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രമെന്ന് നമ്മൾ തിരിച്ചറിയണം. അവർ പടുത്തുയർത്തിയ സംസ്കാരത്തിന്റെ പുറത്താണ് നമ്മൾ ഇങ്ങനെ അഭിരമിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഭാരതത്തിന്റെ യഥാർത്ഥ സംസ്കാരത്തെയും അതിന്റെ സ്വത്വത്തെയും അതിന്റെ ആത്മാവിൽ ഊന്നിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ ചരിത്രങ്ങൾ പഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അതിനു വേണ്ടിയിട്ട് നിഷേധിച്ച സ്വരങ്ങൾ ഉയർത്തുവാനും നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ ഷേക്സ്പിയർ പറഞ്ഞു വെക്കുകയുണ്ടായി, നിങ്ങൾ നടക്കുന്നത് മുന്നിലേക്കാണ് എങ്കിലും നിങ്ങൾ നോക്കേണ്ടത് പിന്നാലെ വരുന്ന തലമുറയാണ് പിന്നിലേക്കാണ് എന്ന്. ആ വസ്തുത മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നിലോട്ട് ഗമിക്കും തോറും നമ്മുടെ ചരിത്രത്തെ കൂട്ടുപിടിക്കുകയും ഭരണകൂടത്തിന്റെ ചരിത്ര ദുർവ്യാഖ്യാനങ്ങൾക്കിടയിൽ പെട്ടുപോകാതെ നെരിഞ്ഞമർന്നു തീരാതെ കത്തിച്ചൊലിക്കുവാൻ യഥാർത്ഥ ചരിത്രത്തിന്റെ വക്താക്കളാകുവാൻ നമ്മൾ തയ്യാറാവുക. നാഥൻ തുടങ്ങട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.